അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ലൈറ്റായിട്ടും അത് നുസൈബ എത്തിയിട്ടും ഷമ്മാസ് എത്തിയില്ല. അവൾ പുറത്തേക്ക് ഓരോ ശബ്ദം കേൾക്കുമ്പോഴും റബ്ബേ ഷമ്മാസ് ഷാമോൻ വന്നോ എന്നുള്ള രീതിയിൽ അവൾ നോക്കും. ഇല്ല. എന്നാൽ ഈ സമയമായിട്ടും കാണുന്നില്ല. റബ്ബേ, ഞാൻ അത്രയും ദൂരത്ത് നിന്ന് 1.5 മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ എത്തി. ഞാൻ ഫ്രഷായി നമസ്കരിച്ച് കുഞ്ഞിനെ പാലൂട്ടുകയാണ്. പഠിച്ചോനെ അല്ല, ഇപ്പോഴും ഇക്ക് വന്നില്ലല്ലോ. എന്നാലും സൗദത്തെ പറഞ്ഞത് ശരിയായിരിക്കുമോ? ഞാൻ എന്താ റബ്ബേ ചെയ്യുക? എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മ നുസിയേ നുസിയേ ആ എടീജ് എന്തെങ്കിലും കുടിച്ചകണാ? ഉമ്മാൻ്റെ കുട്ടി ഒരു പിടി വറ്റാൻ തിന്നാളി. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഉണ്ടാക്കി തിന്നാ. ഇപ്പോൾ വന്ന് ഉച്ചക്കൊക്കെ തിന്നത് എന്താ? ഉമ്മ അത് ഉച്ചക്ക് എന്നോട് ഞാൻ പറഞ്ഞത് 2 വറ്റ് കൈ പിടിച്ചാൽ പിടിച്ചിരല്ലോ. അതുമ്മ പലരും എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കൽ. ഞാനൊരു ആപ്പിളാണ് തിന്നത്. ആപ്പിളോ? നന്നായി. അല്ലുമ്മ, അവിടെ ഡോക്ടേഴ്സൊക്കെ ഒരു ആപ്പിളും ഒരു പാലൊക്കെ തന്നെ കഴിക്കുന്നുള്ളൂ. മോളെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇജ് പറഞ്ഞാൽ പാലുടിച്ചുന്ന കുട്ടികളാണ്. എന്നാൽ നുസൈബ അത് വിചാരിച്ചു, റബ്ബേ, എന്നോട് സാറ് പറഞ്ഞ ആ കാര്യം ഒരു പക്ഷേ എനിക്ക് ആ ഒരു സ്ഥിതിയിലേക്ക് മാറേണ്ടി വരും. ഉമ്മ. എന്താ മോളെ? ഉമ്മ, പിന്നെ ഞങ്ങൾ എൻ്റെ സാറ് പറഞ്ഞേ, ചെറിയ കുട്ടിയുണ്ട് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരുപാട് വിഷമിക്കേണ്ട. നിങ്ങൾക്കുള്ള ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മക്കളെ കൊണ്ടുപോവാം. അവിടെ ഡോക്ടേഴ്സിൻ്റെ മക്കളെ നോക്കുന്ന ഡേ കെയർ ഉണ്ട്. കുറച്ച് സമയത്തിനല്ലേ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. റബ്ബുൽ ആലമീനായ തമ്പുരാനെ, പടച്ച റബ്ബ്, എന്തൊക്കെയാണ് ഞാൻ ഈ കേൾക്കണത്? കണ്ണി കണ്ട ആൾക്കാരുടെ അടുത്ത് നമ്മളെ കുട്ടീനാണ് കൊടുക്കുക. എന്താ എൻ്റെ പൊന്നാരൻ നുസൈബജ്ജി പറഞ്ഞത്? പഠിപ്പും വിദ്യാഭ്യാസം കൂടുമ്പോൾ നമ്മൾ പഠിച്ചവനെ മറക്കാൻ പാടില്ല. ഉമ്മ, അതല്ല, കുട്ടി ഒരുപാട് സമയം അങ്ങനെ ഒറ്റയ്ക്കിടുമ്പോഴേ, എൻ്റെ പൊന്നാര പെണ്ണെ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഞാനും അതിനെ പറ്റിട്ടില്ലാന്നേ ഉള്ളൂ. എൻ്റെ കുട്ടി തന്നെയല്ലേ അപ്പം അത്. അതിമ ഒരു വർത്താനൊന്നും വേണ്ട. എൻ്റെ കുട്ടീനെ ഞാൻ നോക്കിക്കൊണ്ട്. ഉമ്മക്ക് ബുദ്ധിമുട്ടവരെ പൊന്നു മോളെ, ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഉമ്മാനെ കൊണ്ട് ഇപ്പോൾ നടക്കാനും പിടിച്ചാനും ഇരിക്കാനൊന്നും വയ്ക്കായില്ല. ഒരു പിഞ്ച് പൈതലിനെ നോക്കാനും ഇപ്പം എന്താ, അതിനൊരു 2-3 നേരം ഒന്ന് പാലും മുക്കി കൊടുക്കുക, പിന്നെ ഒന്നുകൊണ്ട് ആട്ടി ഉറക്കുക, അതൊക്കെ തന്നെ അല്ലേ. രാവിലെ പിന്നെ ഇതിനെ കുളിപ്പിച്ചലൊക്കെ കഴിച്ച് പോവുകയും ചെയ്യും. പിന്നെ ഈ പമ്പേഴ്സല്ലേ, അതൊന്നും ഉമ്മാക്കൊരു പണിയില്ല. എനിക്ക് എൻ്റെ ഷാമോനെ നോക്കണ പോലെ തന്നെ അത്രയും പണിയില്ല ദീനെ നോക്കാൻ. എൻ്റെ കുട്ടി ഇപ്പോൾ അതൊന്നും വിചാരിക്കണ്ട. നല്ല മട്ടത്തിൽ പഠിച്ചാൽ നോക്ക്. ഈ ഷാമോനെ കാണുന്നില്ലല്ലോ റബ്ബ. ഈ കുട്ടി ഇമ്മിണിയേരെ ഇരിക്കണല്ലേ പോയിട്ട്. പഠിച്ചവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വല്ലാത്തൊരു പുതുമന്നെ. എന്നാൽ ഷാമോൻ നേരെ നുസൈബയുടെ വീട്ടിൽ നിന്ന് ഷോപ്പിലേക്കാണ് പോയത്. ഷാമോന് വിളിക്കുക എന്ന് പറഞ്ഞപ്പോൾ നുസൈബയുടെ കൈകാലുകൾ കുഴഞ്ഞു. എന്തിനാ റബ്ബേ, അവരവരെ ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ. ഉമ്മ, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുക. അതെന്താടി? ഒന്നുമില്ലമ്മ, കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ ചിലപ്പോൾ. എൻ്റെ പൊന്നാര പെണ്ണെ, എൻ്റെ കുട്ടിക്ക് എപ്പോൾ വിളിക്കണം എപ്പോൾ വിളിക്കണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങളാരും ഇപ്പം അത് പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. ശരിക്കും ഉമ്മയുടെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ നുസൈബയുടെ മനസ്സൊന്ന് പിടഞ്ഞു. റബ്ബേ, ഇനിയിപ്പോൾ എന്തെങ്കിലും വേണ്ട. ഉമ്മയുടെയും സമ്മതത്തിൽ കൂടിയല്ലേ, ഉമ്മയല്ലേ അങ്ങോട്ട് പറഞ്ഞയച്ചത്. അതുകൊണ്ട് പഠിച്ചോനെ, ഞാനായിട്ട് ഒന്നും വിലങ്ങിടുന്നില്ല. അല്ലെങ്കിലും ഉമ്മമാർക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ മക്കൾ എന്തൊക്കെ വേണമെന്നുള്ളത്. എന്തായാലും പഠിച്ചോനെ, സാരല്ല പഠിച്ചോനെ, നീ കാത്തു രക്ഷിക്ക്. ഉമ്മയുടെ വാക്കുകളിലേക്ക് എന്തൊക്കെയോ ഒരു വ്യത്യാസമുള്ള പോലെ തോന്നാണല്ലോ റബ്ബേ. അത് എനിക്ക് തോന്നുന്നതാണോ എനിക്കറിയുന്നില്ല. എന്നാൽ ഈ സമയം ഷമ്മാസിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. അല്ലോ, ഉമ്മയാണല്ലോ. ഹലോ ഉമ്മ. പൊന്നാരുടെ ഷാമോനെ, ഇപ്പോഴും കഴിഞ്ഞില്ലേ? എനിക്ക് ഇങ്ങോട്ട് പോരാനായില്ലേ? ഒരു കാര്യത്തിനാണ് പറഞ്ഞയച്ചു വെച്ചുകാണ്ട് പിന്നെ അങ്ങനെ അത്രയും നേരം അവിടെ നിൽക്കുക. ഒന്നുമില്ലെങ്കിൽ എനിക്കൊരു പെണ്ണുങ്ങളും കുട്ടി ഉണ്ട് എന്നുള്ളൊരു ഓർമ്മയൊന്നും ഇല്ലേ? വല്ലാത്തൊരു പുതുമന്നെ. എപ്പെങ്ങാനും പൊയ്ക്കണു പോകാനും ഇവിടുന്ന് അങ്ങോട്ടോ. ശരിക്കും നുസൈബ് ഞെട്ടിപ്പോയി. റബ്ബേ അല്ലാ, എന്തൊക്കെ ഞാനീ കേൾക്കണത്? ഷാമോനെ, മതി ഇങ്ങോട്ട് പോന്നാ. ഉമ്മ, ഞാനത് കഴിഞ്ഞ് ഷോപ്പിലേക്ക് പോയതാണ് ഉമ്മ. ഷോപ്പിലേക്ക് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞ് ലേറ്റ് ആവും. പിന്നെ നുസിയൊക്കെ അവിടെ എത്തിയതല്ലേ. നുസി എത്തിക്കണോ ഇല്ലേന്നില്ല, ഒരു നേരത്തെ ഇവിടെ നിന്ന് പോയതാണല്ലോ.
അനക്കെന്താ വേങ്ങോട്ട് വന്നൂടെ? ഇന്നിപ്പോൾ ഷോപ്പൊക്കെ പോകേണ്ട വല്ല ആവശ്യം ഉണ്ടേനോ? വല്ലാത്തൊരു പുതുമന്നത്. എത്ര നേരമായി ആ കുട്ടി ഇവിടുന്നാണ്ട് ഇറങ്ങിപ്പോയിട്ട് ഇപ്പോഴും ഇങ്ങോട്ട് വരാനായിട്ടില്ല. അതെ, നുസൈബക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഉമ്മയായിട്ട് തന്നെ പറഞ്ഞയച്ചതാണ്. സാരമില്ല റബ്ബേ, അല്ലെങ്കിലും ചില ഉമ്മമാർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. പക്ഷേ എന്താ ഇപ്പം ചെയ്യാം? അവൾ വാതിലടച്ച് കുറച്ച് സമയം കരഞ്ഞു. അല്ലെങ്കിലും എന്തിനാ റബ്ബേ കരയുന്നത്? കരഞ്ഞ് കരഞ്ഞ് ജീവിതം തീർക്കാനുള്ളതല്ലല്ലോ. അതെ, ഒരു ലക്ഷ്യമുണ്ട് ഐഷുമാക്ക്. എങ്ങനെയെങ്കിലും എന്നെ ഡോക്ടറാക്കോ എന്നുള്ളത്. ഞാൻ കരഞ്ഞിവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഏതായാലും ഞാൻ പഠിക്കുവാൻ വേണ്ടി ഇറങ്ങി. ഇനി ഇത് കംപ്ലീറ്റ് ആക്കണം. അതെ, ഷാമോൻ ഒരിക്കലും എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം പണമുള്ളവർക്ക് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാം. അതിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പഠിച്ചോനെ, നുസൈബ എന്തൊക്കെയോ ആലോചിച്ചു പോയി. എൻ്റെ ഷാമോൻ ഞാൻ ഒരിക്കലും ചെയ്യില്ല. പക്ഷേ ഇപ്പോൾ 2 ദിവസമായിട്ട് കേൾക്കുന്നതും പറയുന്നതെല്ലാം അതിനെക്കുറിച്ച്. ഉമ്മയും പറഞ്ഞു കേട്ടില്ലേ? എത്ര സമയമായിടാ ഈ പോയിട്ട്? എനിക്കൊരു ഭാര്യയും കുഞ്ഞുള്ള കാര്യമൊന്നും ഈ ഓർക്കണില്ലേ എന്നുള്ളത്. ശരിക്കും അതാ നുസൈബ വളരെയധികം സങ്കടപ്പെടുകയാണ്. എന്നാൽ അതാ സമയം 10 മണി കഴിഞ്ഞു. അതെ, അവൾ കുഞ്ഞിനെ ഉറക്കി തൻ്റെ നെഞ്ചോട് ചേർത്ത്. അവളുടെ കണ്ണുകളിൽ വിഷമായിരുന്നു. മോളെ നുസിയേ, എന്തെങ്കിലും ഒന്ന് വന്ന് തിന്നാളെ കുഞ്ഞേ. ഒന്നുമില്ലെങ്കിൽ ആ കുട്ടിക്ക് പാലെടുക്കേണ്ടതല്ലേ. സൗദ വിളിച്ചപ്പോൾ ഓള് വേഗം വന്ന് തിന്ന് പോയിക്കണ്. എന്നാൽ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ സൗദ പെട്ടെന്ന് വന്നു. ഉമ്മ, നുസിത്താക്ക് എന്താ കുറച്ച് വാശിയൊക്കെ ഉണ്ട് തോന്നുന്നുണ്ടല്ലേ? എന്തിനാ അങ്ങനെയൊക്കെ? അല്ലെങ്കിൽ ഉമ്മ കുറച്ച് പഠിപ്പും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഓലിപ്പോൾ ഡോക്ടറാൻ പഠിക്കല്ലേ, അതിൻ്റേതായ ഒരു അഹങ്കാരം കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കുമോ? അതുകൊണ്ടാണ് ഉമ്മ. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വിളിച്ചാർക്കണ്ട. വന്നോളും. ഞാൻ പോയി എത്രേ വിളിച്ച്. മോളേജ് ഒന്നും കൂടി പോയി വിളിച്ചേക്കാം നുസിനെ. എന്നാൽ നുസൈബയുടെ റൂമിനടുത്തേക്ക് സൗദ പോകുമെന്നല്ലാതെ ഒരിക്കൽ പോലും നുസൈബയെ വിളിച്ചില്ല. ഉമ്മ എത്ര വിളിച്ചിട്ടും വരുന്നില്ല. വീണ്ടും ഉമ്മ വിളിച്ചു. നുസിയേ, ഉമ്മങ്ങൾ വിളിച്ചിട്ട് കാര്യമില്ല, കേൾക്കൂല. കുറച്ചൊക്കെ പറഞ്ഞത് കേൾക്കണ്ടേ? ഇത്രമാത്രം അഹങ്കരിച്ചാൽ എന്താണ്? എന്നാൽ പാവം നുസൈബ കേട്ടിട്ട് പോലുമില്ലായിരുന്നു അതൊന്നും. അവളെ സൗദ പോയി വിളിച്ചിട്ടില്ല. ഉമ്മ കുറേ വിളിച്ച്. ഏതായാലും ആവശ്യമില്ലേക്കും. ഇനിയിപ്പോൾ വഴിയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ അവിടെ സ്കൂളിൽ നിന്നൊക്കെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി തിന്നിക്കണോ ആർക്കറിയാം. എന്തായാലും ഞമ്മക്ക് തിന്നുമ്മ. എടി നുസി ഇല്ലായിട്ട് എനിക്കൊരു പൊറുതിയേട്. ഞാനൊന്നും കൂടി വിളിച്ചു നോക്കട്ടെ. നേരെ അതാ ഉമ്മ നുസൈബയുടെ റൂമിലേക്ക് എത്തുന്നു. നുസിയേ. ആ ഉമ്മ. എന്താ മോളെ, ഒന്ന് വന്നൂടെ? ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ എത്ര നേരമായി വിളിക്കണ്? ഉമ്മ, ഞാൻ എന്താ അപ്പം ഇനി എന്നെക്കൊണ്ട് വിളിക്കാനെന്നാവില്ല. നിങ്ങളൊക്കെ മാണ്ടമാരി ഞാൻ നോക്കിക്കണം. എന്നെക്കൊണ്ട് തടി കൊണ്ട് വയ്ക്കണോടത്തോളം കാലം നിങ്ങളെ നോക്കിക്കന്നെയാണ് ഞാനൊക്കെ. ഒന്നും നിങ്ങളെയൊക്കെ ഒന്ന് പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല പഠിച്ചോനെ. അല്ലാ, ഒരു പായ് തലക്കിൽ കിടക്കാതെ പഠിച്ചോനെ കണ്ട് കൊണ്ടേക്കോ. ഉമ്മ നിങ്ങൾ എന്തൊക്കെയാ പറയണത്? അല്ല മോളെ, ഞാൻ നിങ്ങളൊക്കെ എൻ്റെ മട്ടത്തിനനുസരിച്ച് ഞാൻ നോക്കിയിരിക്കണ്. ഇനി നിങ്ങളെ വിളിച്ചാർക്കാന്ന് ഉമ്മാനെ കൊണ്ട് വയ്യ. എത്ര കുറി പറഞ്ഞിട്ട്. മോളെ, എന്താ ഞാൻ ചെയ്യേണ്ടത്? ഉമ്മ എന്താ? ഞാൻ ഷാമോൻക്ക് വന്നിട്ട് ഭക്ഷണം കഴിച്ചോളാം ഉമ്മ. ഉമ്മ കഴിച്ചോളേ, ഞാൻ കുറച്ചുകൊണ്ട് വരും ഉമ്മ. മോളെ പോരും മോളെ, ഓൻ എപ്പോൾ വരുമെന്ന് കരുതിയിട്ടാണ്. എന്നാൽ അപ്പോൾ തന്നെ നുസൈബ ഉമ്മയുടെ വിളി കേട്ട ഉടനെ വന്നു. ഉമ്മ അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തു. ഉമ്മ വിളമ്പി തരുന്നു വേണ്ട, ഞാൻ കഴിച്ചോളാം ഉമ്മ, ഞാൻ എടുത്തോളാം. മോളെ ഇജ്ജില്ലാതെടി എനിക്ക് പൊറുതിയേട്. ഞാൻ സൗദനോട് പറഞ്ഞു എന്നെ വിളിക്കാൻ. ഏതായാലും ഓള് വന്ന് തിന്ന് പോയി. എൻ്റെ കുട്ടി തിന്നായിട്ട് എനിക്കൊരു സമാധാനം ഇല്ല. ഷാമോൻ ഇപ്പോൾ എത്തും, അപ്പോൾ ഇത് തിന്നോ. ആ കുട്ടി ഇനി ഒന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്നെ തിന്നാൻ അയക്കൂലല്ലോ. ഉമ്മാൻ്റെ കുട്ടി വേഗം തിന്നേക്കി. സ്നേഹത്തോടെ അതാ നുസൈബിയോട് ഉമ്മ പറയുന്നത് കേട്ടപ്പോൾ സൗദ, ഓ എന്തൊരു സ്നേഹമാണോ. അല്ലെങ്കിൽ ആ മരുവളോട് കൂടുതൽ സ്നേഹം ഉമ്മാക്കുണ്ടോ? അല്ലാഹു അലം. സൗദയുടെ മനസ്സിൽ പല ചിന്തകൾ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഷമ്മാസ് അവൻ്റെ കാറിൻ്റെ ശബ്ദം കേൾക്കുന്നു. ആ മോൻ എത്തി തോന്നുന്നുണ്ട്. അല്ലാ പഠിച്ചവനെ. ഉമ്മാ ആ മോനെ ഇത് വരുന്നേ. നുസൈബ വാതിൽ തുറന്നു കൊടുക്കാൻ എന്നും മുൻപിലായിട്ട് പോകാറുണ്ട്. പക്ഷേ അന്ന് അവിടെ തന്നെ ഇരുന്നു അവൾ.
മോളെ ഞാൻ പോയിക്കോളാം, മോള് ഭക്ഷണം കഴിച്ചു. ഉമ്മ ഇത് വരുന്നേ മോനെ. ആ അല്ല, എൻ്റെ കുട്ടി എത്രയും നേരം ഇത് എവിടെ പോയി നിൽക്കുകയായിരുന്നു മോനെ? ആ ഉമ്മ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ല മോനെ, എവിടെ ഉണ്ട് കുട്ടി? ഒരു നേരെ ഇവിടുന്നാണ്ട് ഇറങ്ങിപ്പോയതാണല്ലോ. നുസൈബാനാണ്ട് കൊണ്ടാക്കിയതിൻ്റെ ശേഷം ആണ്ട് ഇജ്ജൊരു പോക്കാണ്ട് പോയതാണ്. നേരെ 10-10:30 ആയി, 11 മണിയായി തുടങ്ങി. ഇത്രയും നേരമൊക്കെ പോതിപ്പോൾ ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് വന്ന് പോയിക്കൂടേനെ. അതിനെ മനുഷ്യനങ്ങോട്ട് ബേജാറായിപ്പോയി. ഉമ്മ അത് അവിടെ തന്നെ ഞാൻ ഒരുപാട് സമയം കുറച്ച് ചിലവഴിച്ചു. പിന്നെ ഇപ്പം അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റൂലല്ലോ. അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അത് അങ്ങനെയല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ കാണുമ്പോൾ അവർക്കൊരു ആശ്വാസം, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കൊരു ആശ്വാസം തോന്നുകയാണെങ്കിൽ ഏറ്റവും നല്ല അതന്നെയല്ലേ ഉമ്മ. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം അവിടെ തന്നെ ചിലവഴിച്ചു. പിന്നെ അവർ ഫുഡ് കഴിച്ചിട്ട് പോവാ, ചോറ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര നിർബന്ധിക്കൽ. ഞാൻ പിന്നെ എന്താ ഉമ്മ ചെയ്യുക. പിന്നെ വല്ല വീട് പണിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി ഒരു പണിക്കാരും കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്തു. പിന്നെ ഓർക്കെന്ന് വെച്ചാൽ ഭയങ്കര ഒരു സ്നേഹമാണ്. എന്നെ കാണുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് കൂടുതലായിട്ടാണ്. പിന്നെ ഇപ്പോൾ അവരുടെ ആ സ്നേഹം എങ്ങനെ ഇല്ലെന്ന് നടിച്ച് പോരലുമ്മ. അതുകൊണ്ട് അങ്ങനെ. എന്നാൽ നുസൈബ അതെല്ലാം കേട്ടു. അതെ, അവൾ ഉറപ്പിച്ചു. അതെ, സത്താറിൻ്റെ ഭാര്യയുടെ കാര്യം തന്നെയാണ് പറയുന്നതെന്ന്. അവൾക്ക് ആ ഒരു ഭക്ഷണം കഴിച്ച് മുഴുവനൊക്കെ കഴിഞ്ഞില്ല. മോനെ ഇരിക്കേ, നുസി എന്നെ കുറേ കാത്തുന്നു. ഓളിപ്പോൾ ഭക്ഷണം കഴിക്കൽ തുടങ്ങി. ഞാൻ പറഞ്ഞു ഇത് മോള് തിന്നോ വരുമ്പോൾ തിന്നോളുന്നേ. ഉമ്മ എനിക്ക് ഇപ്പോൾ ഒന്നും വേണം, ഒരു ഗ്ലാസ് വെള്ളം മതി ഉമ്മ. എനിക്കിപ്പോൾ സത്യമായിട്ട് എനിക്ക് എന്താ കഴിച്ചത്? എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഒന്നും പുറത്തുനിന്നൊന്നും കഴിക്കണ്ട. അല്ലുമ്മ ഞാൻ പിന്നെ അങ്ങനെ കഴിച്ചു നിർബന്ധിച്ചപ്പോൾ. അതെ, നുസൈബക്ക് തോന്നി. അതെ, അവർ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെ സത്താറിൻ്റെ ഭാര്യയുടെ അടുത്താണ്. എന്നിട്ട് അവർ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കൊടുത്ത് അതെല്ലാം വയറ് നിറച്ചിട്ടാണ് ഷാമോൻ വന്നതെന്ന്. അവളുണ്ടാക്കിയ ചപ്പാത്തിയും കറിയും സാലഡും ഒന്നും തന്നെ ഷമ്മാസ് കഴിച്ചില്ല. ഉമ്മ എനിക്കൊരു ഗ്ലാസ് വെള്ളം മാത്രം മതി. എൻ്റെ പൊന്നാര കുട്ടി, അനക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതല്ലോ. ഓളിപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞാണ്ട് വന്ന് ഇരുപം വിഷായിൻ്റെ ശേഷം കുട്ടിനെ ഉറക്കിക്കാണ്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാണ്ട് കുട്ടി പാവം. എന്തെങ്കിലും ഒരു നുറുമ്പ് തിന്നാൻ ഞാൻ ഇപ്പോൾ എന്തോ ഒരു പൊറുതിയുടെ ഇക്കാരം. എൻ്റെ പൊന്നുമ്മൻ്റെ വയറ് തൊട്ട് നോക്കി ഫുള്ളാണമ്മ. ഇന്ന് ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ ഏതായാലും മടിയില്ല. ഇനി രാവിലെ തിന്നല്ല അപ്പം എന്താ കാട്ടണ്? എടി നുസിയെ, അവനക്ക് മാണ്ടല്ലോ. എന്നാൽ നുസൈബക്ക് കണ്ണുനീരായിരുന്നു. അവൾക്ക് സങ്കടമായിരുന്നു. അവൾ പാത്രങ്ങളെല്ലാം എടുത്തു വെച്ചു. എങ്കിലും അല്പസമയം കാത്തിരുന്നു. അത് ഷമ്മാസ് വരുമെന്ന് കരുതിയിട്ട്. അവൾ കിച്ചണിൽ തന്നെ ഇരിക്കുമ്പോൾ ഷമ്മാസ് അങ്ങോട്ട് വന്നു. അല്ല, നീ എന്നെ വെയിറ്റ് ചെയ്യണോ? എനിക്ക് വേണ്ടട്ടോ. അത് ഷമ്മാസിൻ്റെ ആ ഒരു കാര്യത്തിൽ അല്പം വാക്കുകളിൽ ഗൗരവം നിറഞ്ഞതായിട്ട് അവൾക്ക് തോന്നി. അവൾ എന്നാൽ മറുത്തൊന്നും പറയാതെ അതെടുത്തു വെച്ചു. ഒരിക്കൽ കൂടി അവൾ പെട്ടെന്ന്, ഒന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഒന്നും വേണ്ട, എൻ്റെ വയറ് ഫുള്ളാണ്. അങ്ങനെ അതാ ഷമ്മാസ് ഫ്രഷ് ആകുവാൻ വേണ്ടിയിട്ട്. ന്യൂസി എവിടെ തോർത്ത്? അത് അവിടെ റൂമിലുണ്ട്, അലമാരയിൽ. അവൾ അതെടുത്ത് കൊടുക്കുവാൻ പോയപ്പോഴേക്കും സൗദ ഓടിയെത്തി. ഷാമോൻക, തോർത്ത് ഇവിടെ ഉണ്ടല്ലോ. ഇത് നിങ്ങളുടെ തോർത്താണ്, ഞാൻ അലക്കിയപ്പോഴേ. അത് സ്നേഹത്തോടെ അവൾ ആ തോർത്ത് ഷമ്മാസിന് നൽകി. ഷമ്മാസ് അവളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഓക്കെ താങ്ക്സ് എന്ന് പറഞ്ഞ് അവനതെടുത്ത് ബാത്റൂമിലേക്ക് പോയി. അതെ, ശരിക്കും പോകുന്നതിന് മുമ്പ് തന്നെ ഷമ്മാസ് അവൻ്റെ ഷർട്ടങ്ങ് ഊരി വാഷിംഗ് ബാസ്ക്കറ്റിൻ്റെ അടുക്കലായിട്ട് വെച്ചു. ശരിക്കും സൗദ ഒന്ന് ഞെട്ടിപ്പോയി. റബ്ബേ, എന്തൊരു മൊഞ്ചുള്ള ശരീരം! ഈ ഷമ്മാസിൻ്റെ ബോഡി ഫുള്ള് സെറ്റപ്പാണല്ലോ. വെളുത്തു തുടുത്ത ശരീരം, നെഞ്ചിലാക്കി രോമം. മൊത്തത്തിൽ അവൾക്ക് ഒന്നുകൂടി നോക്കാൻ തോന്നി. റബ്ബേ, അത് അങ്ങനെയൊന്നും ഈ ഷമ്മാസ് കണ്ടോ ആവോ? എന്നാലും ഈ നുസൈബ പെണ്ണിൻ്റെ ഒരു ഭാഗ്യം, നല്ലൊരു ആരോഗ്യവാനായ യുവാവിനെ കിട്ടിയിട്ടുണ്ട്. എല്ലാം കൊണ്ടും മഞ്ചൻ. എന്നാലും തോർത്തെങ്കിലും എനിക്ക് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞല്ലോ, അതും വലിയ സന്തോഷം തന്നെ. എന്നാൽ ഷമ്മാസ് നന്നായിട്ടൊന്ന് ഫ്രഷായി കുളി കഴിഞ്ഞ് വന്നപ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്നും നല്ലൊരു സ്മെല്ല് അത് അടിച്ചു വീശി. പ്രത്യേകമായിട്ട് ഒരു ഷാമ്പൂ കൊണ്ടാണ് ഷമ്മാസ് കുളിക്കുന്നത്. അവൻ ആ തോർത്തെടുത്തുകൊണ്ട് റൂമിലേക്ക് പോകുന്നത് സൗദ നോക്കി നിന്നു.
എൻ്റെ റബ്ബേ, ആ നടത്തത്തിലും ആ ഒരു ശരീരത്തിലൊക്കെ വല്ലാത്തൊരു മൊഞ്ച്, വല്ലാത്തൊരു സ്മെല്ലും. നേരെ അവൻ റൂമിലേക്ക് കയറി. അതെ, നല്ലൊരു കോട്ടൺ ടീഷർട്ട് ഇട്ടു. നുസി കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഒരു വിളിയും. എന്നാൽ സൗദക്ക് അത് കേട്ടപ്പോൾ ഒരു ദേഷ്യം. ഓ, എത്ര കത്തുന്നാലും കെട്ടിയ പെണ്ണിനെ തന്നെ വിളിക്കുള്ളൂ, എന്താവശ്യത്തിനൊക്കെ. തോർത്ത് അതാ അവൻ കയ്യിൽ പിടിച്ചു. അത് തരി ഇക്ക, ഞാൻ കൊണ്ടുപോയിടാം, ഞാൻ അലക്കിയിട്ടോളാം. സൗദ തോർത്ത് വാങ്ങി. അവൾ തോർത്ത് അപ്പോൾ തന്നെ അലക്കിയിട്ടു. അതെ, രാവിലെ കുളിക്കുമ്പോഴേ ഇനിയിപ്പോൾ ഇത് അലക്കാഞ്ഞാലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വളരെയധികം കൃത്യമായിട്ട് അത് ചെയ്തു. എന്നാൽ നുസൈബ അത് ശരിക്കും കണ്ടു. അത് ഷമ്മാസിൻ്റെ കയ്യിൽ നിന്ന് സൗദ തോർത്ത് വാങ്ങുന്നത്. അവൾക്ക് തോന്നി, റബ്ബേ, നേരത്തെ സൗദ പറഞ്ഞ കാര്യങ്ങൾ, എനിക്ക് വേണ്ടി തേങ്ങാപ്പാലും മഞ്ഞൾ കിളച്ചു തരലും തേങ്ങ പൊളിച്ചു തരലും ചിരവി തരലും ചതക്കലും പാലെടുക്കലും അതെല്ലാം കൂടി ആക്കലും, അതൊക്കെ സത്യം പറഞ്ഞാൽ എല്ലാം സത്യമായിരുന്നോ റബ്ബേ? അത് ഷാമോൻ എന്നെക്കാളും സൗദിയോട് പെരുമാറുന്നുണ്ടോ? ഏയ്, അതൊക്കെ എൻ്റെ തോന്നലായിരിക്കും, അസ്തഗ്ഫിറുല്ലാഹ്. എങ്കിലും അവൾ മനസ്സിനുള്ളിൽ വിഷമമുണ്ടെങ്കിലും മുഖത്ത് പുഞ്ചിരി വരുത്തി. ഷാമോൻകാ, ആ എന്താടി, എന്ത് ഭക്ഷണം കഴിക്കാതിരുന്നത്? എന്നാൽ ഷമ്മാസ് ആ സമയം ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ, അന്ന് ഷോപ്പിലെ കുറച്ച് കണക്കും കാര്യങ്ങളും അന്ന് കുറച്ച് ലോഡ് വന്ന കാര്യങ്ങളും എല്ലാം കൂടി അവൻ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേ, അതിനിടയിൽ ഒരു വോയിസും വിടുന്നുണ്ട്. ഉമ്മ കുറച്ച് ചൂടിലാണ്, ഞാൻ ലേറ്റ് ആയതുകൊണ്ടേ നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയൊക്കെ തീർക്കാതെ ഇങ്ങോട്ട് വരാൻ പറ്റൂലല്ലോ, എപ്പോഴും ഇല്ലല്ലേ, വല്ലപ്പോഴും അല്ലേ ഉള്ളൂ. അങ്ങനെ അതാ ഒരു വോയിസ് വിടുന്നത് ശരിക്കും അവൾ ശ്രദ്ധിച്ചു. റബ്ബേ പഠിച്ചോനെ, അത് ആ സത്താറിൻ്റെ ഭാര്യക്കായിരിക്കുമോ? അറിയുന്നില്ല. അവൾ റൂമിലേക്ക് കയറി. ഷമ്മാസ് ചോദിച്ചു, വാതിൽ കുറ്റിയിട്ടുണ്ടേ? അവൾ പതുക്കെ ആ വാതിൽ കുറ്റിയിട്ടു. ആ ലൈറ്റ് ഓഫ് ചെയ്തേക്ക് വേണേ. അവൾ അല്പം സങ്കടത്തോടെ ലൈറ്റ് ഓഫ് ചെയ്തു. ഷമ്മാസ് അപ്പോഴും ഫോണിൽ തന്നെയായിരുന്നു. കാര്യമായിട്ട് എന്തോ വോയിസ് ഒക്കെ അയക്കുന്നുണ്ട്. പിന്നെ പണിക്കാരന് വേണ്ടി വീടിൻ്റെ മറ്റേ ഭാഗങ്ങളും കറക്റ്റ് ചെയ്തോളൂ കേട്ടോ. ആ ഒരു ഭാഗം ഫുള്ളും കുറച്ച് പൊട്ടിയ ഭാഗങ്ങളാണ്, അത് മൊത്തത്തിൽ മാറ്റിയിട്ട് നിങ്ങൾ പുതിയത് ഇട്ടോളൂ. അത് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ ആയിക്കോട്ടെ, പിന്നെ പഴയ ഇതൊന്നും വേണ്ട, ന്യൂ തന്നെ ആയിക്കോട്ടെ കേട്ടോ. കുറച്ച് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് നല്ല ഉറപ്പില്ലേ അങ്ങനെ സെറ്റായി കൊടുത്തോളൂ. പിന്നെ ആ കിച്ചണിൻ്റെ ഭാഗം ഒന്ന് കുറച്ച് ഒരു അടച്ചുറപ്പില്ലാത്ത രീതിയിലാണ്, അവിടെ ഒന്ന് പടുത്തൊന്ന് സെറ്റാക്കിയിട്ട് അവിടെ ഒരു ഗ്രില്ലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ. എന്നാൽ അവൾക്ക് തോന്നി, പഠിച്ചോനെ, ഇതെല്ലാം സെലീനയ്ക്ക് വേണ്ടി ചെയ്ത് കൊടുക്കണം. അത് ചെയ്തോട്ടെ റബ്ബേ, കുഴപ്പമില്ല. പക്ഷേ ഷാമോൻ ഇങ്ങനെ പോകുമ്പോൾ മനസ്സൊക്കെ ഒരു ഇടങ്ങാറ്. നുസി, ഏയ് എന്താ പെണ്ണ, ഉറങ്ങിയോ? ഇല്ല. അല്ല, എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്സൊക്കെ? ഞാനതിങ്ങനെ ചോദിക്കാൻ, എനിക്ക് തിരക്കായിരുന്നു പെണ്ണേ, എവിടൊക്കെ ഓടിപ്പാഞ്ഞെത്തണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് പിന്നെ നീ ബസ്സിന് വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് 1.5 മണിക്കൂർ ടൈം എടുത്ത് അങ്ങോട്ട് ഓടി എത്തിയതിന് ശേഷം വീണ്ടും പിന്നെ ഒരുപാട് ലേറ്റ് ആവില്ലേ, അതാ പറഞ്ഞ ആ ബസ്സിനോട് കയറിക്കോന്ന്. നീ വിഷമിച്ച് പെണ്ണേ, ബസ്സിൽ എങ്ങനെയുണ്ടായിരുന്നു, തിരക്കുണ്ടായിരുന്നോ? കുറച്ചൊക്കെ ഈവനിങ് അല്ലേ, അതിൻ്റേതായ. ഓ, എൻ്റെ പെണ്ണ് വിഷമിച്ചോ? ഇല്ല. എന്താ, എന്നും അങ്ങനെ പ്ലാൻ ഉണ്ടോ പോകാൻ? ഇക്ക. എന്താടി? എൻ്റെ സാറ് എന്നോടൊരു കാര്യം പറഞ്ഞു. എന്ത് കാര്യം? അതായത് എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് വേർപെട്ട് നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്കിവിടെ ഹോസ്റ്റൽ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബെസ്റ്റ്. എന്താ, നാളെ മുതൽ ഞാനവിടെ വന്ന് നിൽക്കാം കേട്ടോ. അതാണോ നീ പറയുന്നത്? ഞാനവിടെ വന്ന് നിൻ്റെ കൂടെ അങ്ങനെ നിൽക്കാം, എന്നിട്ട് നിൻ്റെ ക്ലാസ് കഴിയുന്നവരെ അവിടെ നിന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നിട്ട് വൈകുന്നേരം 5 മണിക്ക് തിരിച്ചു പോരാം, അതല്ലേ നീ ഉദ്ദേശിക്കുന്നത്? അല്ല, കാരണം എനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഓ അങ്ങനെ. എന്താണ് സേബ നിൻ്റെ ഉദ്ദേശം? ഞാൻ 2 ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു, നീ മൊത്തത്തിൽ ആളാകെ മാറിയിട്ടുണ്ട്. ഞാൻ ബെഡ്റൂമിൽ വരുമ്പോഴൊന്നും നീ ഇങ്ങനെയല്ലായിരുന്നു. നീ എനിക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ച് കാത്തു വെച്ച് ഞാൻ ഉറങ്ങുവോളം എൻ്റെ കൂടെ സംസാരിച്ചിരുന്ന് എന്തോ മാറ്റം വന്നിട്ടുണ്ട് നിനക്ക്. സത്യം പറയടി, എന്താ എന്നോട് നിനക്ക് എന്തെങ്കിലും വെറുപ്പുണ്ടോ? ഞാൻ ആളുകൾക്ക് സഹായം ചെയ്യുമെന്ന് വെച്ചാൽ ലേറ്റ് ആകുന്നതൊക്കെ നമുക്ക് പഠിച്ചോ നൽകിയ ആരോഗ്യം പൈസ ഉണ്ടെങ്കിൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം. അല്ലാതെ നമ്മൾ ഒരിക്കൽ പോലും നമ്മളുടെ ഇഷ്ടത്തിന് അങ്ങനെ ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ.
പിന്നെ ഞാൻ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ അത് പഠിച്ചവൻ്റെ ഒരു പ്രീതിയും കൊണ്ട് പ്രതീക്ഷിച്ചിട്ടാണ്. എത്രയോ ആളുകൾ പാവപ്പെട്ട സുഖമില്ലാത്തവരാണെങ്കിലും ആളില്ലാത്തവരാണെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം. ചേർത്ത് പിടിക്കുക എന്ന് കേട്ടപ്പോൾ അവൾക്ക് വീണ്ടും തോന്നിപ്പോയി അത് സൗദ പറഞ്ഞ കാര്യം. എടി അത് കെട്ടിയിട്ടുണ്ടാവും ഉറപ്പാണ്. ഇപ്പോൾ എപ്പോഴും അതന്നെ പണി. എപ്പോൾ പോയതാണ് ഇപ്പോഴും വന്നിട്ടില്ലല്ലോ. എന്തോ ഒരു കഷ്ടമാണത്. ഐഷുമ്മേന് കൂട്ടാണ്. എന്നാൽ നുസൈബ എടുത്തപാട് പറഞ്ഞു, ഇക്ക ചേർത്ത് പിടിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ ഞാനും കുഞ്ഞും ഹോസ്റ്റലിൽ താമസിച്ചോളാം. എന്നാൽ ഇക്കാക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ. ഇക്കാക്ക് എപ്പോഴും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാലോ. എന്നോട് സാറ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മാറി താമസിച്ചോളാം. പിന്നെ കുഞ്ഞ് ഡേ കെയറിൽ കുഞ്ഞിനെ ആക്കാം. കുറച്ച് സമയം ഡോക്ടേഴ്സിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാകും. എന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണുകയും ചെയ്യാം, പാല് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഒരാളെയും ബുദ്ധിമുട്ടാക്കണ്ടല്ലോ എന്ന് ഷമ്മാസ് ഒരു നിമിഷം. നുസി നിനക്ക് എങ്ങനത് പറയാൻ കഴിഞ്ഞോ? അപ്പോൾ ഞാൻ ഇവിടെ ഒറ്റക്കല്ലല്ലോ, ഉമ്മയും സൗദയൊക്കെ ഉണ്ടല്ലോ. ബെസ്റ്റ്. അവരുണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ ആവശ്യങ്ങൾ നടക്കുമോ അറിയില്ല. പെട്ടെന്ന് അത് കേട്ടപ്പോൾ ഷമ്മാസ് ഒന്ന് ഞെട്ടി. എന്താ പറഞ്ഞത്? അറിയില്ലെന്ന്. എനിക്കൊന്നും അറിയില്ല. എന്താ പെണ്ണിൻ്റെ മുഖത്ത് നല്ലോണം ദേഷ്യമുണ്ടല്ലോ എന്നോട്. എൻ്റെ പെണ്ണെ, നാളെ നമ്മളെ സ്ഥിതി എങ്ങനെ പറയാൻ പറ്റില്ല. ഒരു പക്ഷേ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആരെങ്കിലും നിന്നെ സംരക്ഷിക്കാമെന്ന് ഏറ്റുകഴിയുമ്പോൾ അവർക്കൊരു സമാധാനമല്ലേ. അതുപോലെ കരുതിയാൽ പോരെൻ്റെ പെണ്ണേ. അല്ല, എനിക്കൊന്നുമില്ല. എനിക്കല്ലെങ്കിലും എന്താ, ഞാനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് തന്നെയാണ്. അൽഹംദുലില്ലാ, ഇന്ന് വരെ സമാധാനമായിരുന്നു. പക്ഷെ ഇപ്പോൾ നീ എന്തൊക്കെയോ മനസ്സിൽ വെക്കുന്നുണ്ട്. നീ ഒന്നും മനസ്സിൽ വെക്കില്ല പെണ്ണേ. എന്തുണ്ടെങ്കിലും തുറന്നു പറ. പിന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്യണതിൻ്റെ കാര്യത്തെക്കുറിച്ച് അത് മുടക്കാൻ മാത്രം എൻ്റെ നുസൈബ തയ്യാറാവരുത്. അതെനിക്ക് ഇഷ്ടമല്ല. അതെന്നെക്കൊണ്ട് കഴിയുന്നത്ര ഞാൻ മരിക്കുവോളം ഞാൻ ഹെൽപ്പ് ചെയ്യും. അത് മാത്രം നീ തടയരുത് പ്ലീസ്. ഷമ്മാസിൻ്റെ ആ വാക്കുകൾക്ക് മുമ്പിൽ നുസൈബയുടെ മനസ്സ് തകർന്നു പോയി. അതല്ലേക്ക, നിങ്ങളെല്ലാം ചെയ്തോളൂ, കുഴപ്പമില്ല. എന്നാലും ഇന്ന് ലേറ്റായപ്പോൾ ഒരുപാട്. ഇന്ന് പെണ്ണ് എന്തൊക്കെയേ, എത്ര സ്ഥലത്ത് ഞാൻ എത്തി. അവസാനമായിട്ടാണ് ലോഡ് വന്നത്. പിന്നെ അതിൻ്റെ കണക്ക് കാര്യങ്ങൾ അതൊക്കെ ഇതാക്കലൊക്കെ ആയിട്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ്. എന്താ ഞാൻ പോയ സങ്കടമായോ? എപ്പോഴും വീട്ടിലേക്ക് നടക്കുമോ പെണ്ണേ? അങ്ങനെയല്ല, എപ്പോഴും വീട്ടിൽ നിന്നാൽ ഇവിടെ ഉമ്മയും സൗദയൊക്കെ ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുകയെന്ന് വെച്ചാൽ പിന്നെ കുഞ്ഞിനെ ഉമ്മ നോക്കുന്നുണ്ട്. എന്നാൽ നുസൈബ പെട്ടെന്ന് പറഞ്ഞു, കുഞ്ഞിനെ ഇനി ആരും നോക്കണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അവിടെ ഹോസ്റ്റലിൽ നിന്നോളാം. ഞാൻ പഠിക്കുന്നത് ഗവൺമെൻറ് കോളേജിലാണ്. എനിക്ക് എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഈ ഗ്രാൻഡ് പോലുള്ള സംഭവങ്ങൾ ക്യാഷായിട്ട് കിട്ടും. അതിലൊന്നൊരു കുഴപ്പമില്ല. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഹോസ്റ്റലും എനിക്കവിടെ അവൈലബിൾ ആണ്. അതെ, പിന്നെ കുട്ടികളെ നോക്കാൻ ഡേ കെയർ അതവിടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ അതും അവർക്കുണ്ട്. ഞാൻ അവിടെ നിന്നോളാം പഠനം കഴിയുന്നത് വരെ. കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാവരെയും സഹായിക്കുവാനും എല്ലാവരെയും സന്തോഷിപ്പിക്കാനും പോയിക്കോളും, കുഴപ്പമില്ല. നുസി, എന്താ പെണ്ണേ, നിന്നെ എൻ്റെ കുഞ്ഞിനെ ആദ്യം സന്തോഷിപ്പിച്ചിട്ട് ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കുള്ളൂ. ഇക്ക, ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടണ്ട. എനിക്ക് ഉമ്മ നേടിത്തന്ന ആ ഒരു MBBS സീറ്റ്, കാര്യങ്ങൾ, അതിനുള്ള ഹോസ്റ്റൽ സൗകര്യം എല്ലാം എനിക്ക് അവൈലബിൾ ആണ്. ഫുഡ് വരെ അവിടെ നിന്ന് എനിക്ക് ഫ്രീ ആണ്. അതും എനിക്ക് കിട്ടും. എൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അവിടെ നിന്നോളാം. എന്നാൽ എൻ്റെ കുഞ്ഞിനെയും കണ്ട് എനിക്കിരിക്കാമല്ലോ. അതെ, എന്നോട് സാറ് പറഞ്ഞു ഇതിലൊരു തീരുമാനമെടുക്കാൻ. അല്ലാതെ എനിക്ക് കഴിയുന്നില്ലിക്ക. അല്ലാതെ നിങ്ങളാരും കുറ്റക്കാരായതുകൊണ്ടൊന്നുമല്ല. എനിക്ക് കഴിയുന്നില്ല കുഞ്ഞില്ലാതെ. ഉമ്മയുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുക്കണം. അതിനെനിക്ക് കുഞ്ഞിനിടയ്ക്കിടയ്ക്ക് കണ്ടൊന്ന് പാലൂട്ടുമ്പോൾ 2 വയസ്സ് വരെയെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കണം. അല്ലാതെ ഇത് ശരിയാവില്ല. ശരിക്കും ഷമ്മാസ് എന്ത് ചെയ്യണമെന്നായിപ്പോയി. അതെ, ഉമ്മയുടെ ആഗ്രഹം പൂവണിയണമെങ്കിൽ അവളുടെ പഠന നിലവാരവും മെച്ചപ്പെടണം. അല്ല എങ്കിൽ വീണ്ടും ഒരുപാട് എക്സാംസ് എഴുതേണ്ടി വരും. ഇത് കിട്ടിയ എക്സാംസ് അത് വളരെയധികം നല്ല രീതിയിൽ റാങ്കോട് കൂടി പാസ്സാകണം. അല്ല എങ്കിൽ
അതെ, അത് വളരെ പ്രയാസകരമായിരിക്കും. അവൾ പറയുന്നതിലും ചെറിയൊരു കാര്യമുണ്ടെന്ന് ഷമ്മാസിന് തോന്നി. നുസി എന്താ പറയുന്നത്? അപ്പം ഞാൻ കുഞ്ഞിനെ നിന്നെയും കാണാതെ ഇക്ക വരാലോ, ഒന്നരടം വെച്ച് വരാം. നിങ്ങൾക്ക് എന്നെയും കുഞ്ഞിനെയും കാണാം. 2 ദിവസം കൂടുമ്പോഴെങ്കിലും വരാം. എന്നെയും കുഞ്ഞിനെയും കണ്ടിട്ട് പോകാം. ഞങ്ങൾ സേഫ്റ്റി ആയിരിക്കും. ലേഡീസ് ഹോസ്റ്റലാണ്, എല്ലാവർക്കും താമസിക്കാം. ഞങ്ങൾക്കുള്ള റൂമും ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാണ്. സത്യമായിട്ടും എനിക്കൊരു ഹോസ്റ്റലുണ്ട്, ഫ്രണ്ട്സുകളുണ്ട്, എല്ലാമുണ്ട്. ഇത്രയും ദൂരം പിന്നിട്ട് എന്നും വരാവും പോക്കുമ്പോൾ കുഞ്ഞിനെയും വല്ലാതെ മിസ് ചെയ്യുന്നിക്ക. നുസി, എന്നാൽ ഷമ്മാസിനത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടമായി. അപ്പോൾ നീ എന്നെ വിട്ടു പോവുകയാണോ? എൻ്റെ പെണ്ണ് എന്നെ വിട്ടു പോവുകയാണോ? എൻ്റെ കുഞ്ഞും നീ എന്നെ വിട്ടു പോയാൽ എനിക്കിവിടെ സമാധാനം ഉണ്ടാവുമോ? ഇക്കാക്ക് കൂടുതൽ സമാധാനം ഉണ്ടാവും. ഞങ്ങൾ കാര്യത്തിൽ ടെൻഷൻ ആവണ്ടല്ലോ, എല്ലാ പൊതു കാര്യങ്ങൾക്കും നടക്കാമല്ലോ. നുസൈബയുടെ വാക്കുകൾ കേട്ട് ഷമ്മാസിൻ്റെ ഹൃദയം വല്ലാതെ പിടിച്ചുപോയി. അത് തൻ്റെ പൊന്നുമോളെ വാരിയെടുത്ത് ഷമ്മാസ് ഒരുപാട് ചുംബിച്ചു. നുസി, എന്നെ വിട്ടു പോലെ പൊന്നെ. നിങ്ങൾ പോയി കഴിഞ്ഞാൽ എനിക്കെൻ്റെ സന്തോഷം എന്താ? ഇക്ക, ഇന്നൊക്കെ ഞാൻ പോയ പാടെ ഇക്ക ഇറങ്ങിയതാണ്. ഇപ്പോൾ വന്ന് കയറുന്നത് 10, 10:30, 10:45 മണിക്ക്. അതുവരേക്കും എന്നെയും കുഞ്ഞിനെയും നിങ്ങൾ കണ്ടിട്ടില്ല. ഈ രാത്രിയിൽ മാത്രമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇക്കാക്ക് വേണമെങ്കിൽ രാത്രിയും അവിടെയൊക്കെ തങ്ങാലോ. ഞങ്ങൾക്ക് വേണ്ടി വരേണ്ട ആവശ്യമില്ലല്ലോ. നുസി, നീ എന്ത് പെണ്ണി പറയുന്നത്? അതെ ഇക്ക, ഞാൻ നിങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടി വിട്ടു തന്നിരിക്കുന്നു. ഞാനും കുഞ്ഞും ഇനി ഹോസ്റ്റലിലേക്ക് മാറുകയാണ്. ഞങ്ങളിനി അവിടെ പോയിക്കോളാം, ആർക്കും ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ. ഉമ്മാക്കൊരു മരുമകളും ഇവിടെ ഉണ്ടല്ലോ, അതെ സൗദ. ഒരു കുഞ്ഞുണ്ട്, ഒരു പേരക്കുട്ടിയും പൂതിക്ക്. ഞങ്ങൾ മാറി നിന്നോളാം. എന്താ, അല്ലാതെ എനിക്ക് ഒരിക്കലും കഴിയില്ല ഈ പഠനം പൂർത്തിയാക്കാൻ. ഡോക്ടർ ആവാൻ എനിക്ക് കഴിയില്ല. ഉമ്മയുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ കഴിയില്ലേക്കാ. അതെ, നുസൈബയുടെ കണ്ണീരോടെയുള്ള ആ ഒരു വാക്കുകൾ കണ്ട് ഷമ്മാസിന് എന്ത് പറയണമെന്നായിപ്പോയി. അതേക്ക, സമ്മതം തരണം എനിക്ക്, ദയവായി പ്ലീസ്, കുറച്ച് കാലെങ്കിലും. എന്നാൽ അത് ഷമ്മാസിനൊരു ഷോക്കായി മാറി. നുസി, എന്നെ വിട്ടു പോകാൻ നിനക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ നിന്നെ എതിർക്കുന്നില്ല. അതെ, ഷമ്മാസിൻ്റെ ആ വാക്കുകൂടി കേട്ടപ്പോൾ നുസൈബക്ക് തോന്നി, അതെ, അല്ലെങ്കിൽ ഷാമോൻ അതായിരിക്കും ആഗ്രഹിക്കുന്നത്. കാരണം ഇക്കയുടെ കാര്യം നോക്കുക, ഇവിടെ സൗദയുണ്ട് എല്ലാത്തിനും. പിന്നെയാണെങ്കിൽ ആ ഇത്താത്തയും എല്ലാത്തിനും ആളായി. അതുകൊണ്ട് ഞാൻ ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. അവൾ വിതുമ്പിക്കരഞ്ഞു. ഷമ്മാസ് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. ഷമ്മാസും നുസൈബയും വേർപിരിയുമോ? അതെ, നുസൈബ അവളുടെ ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് അത് ഷമ്മാസ് അവൾ ഹോസ്റ്റൽ ജീവിതത്തിന് വിടുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.